Our next topic is the types of files. നമുക്കിവിടെ രണ്ട് തരത്തിലാണ് ഫയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ടെക്സ്റ്റ് ഫയൽ ആൻഡ് ബൈനറി ഫയൽ. ഇനി എന്താണ് ഈ ടെക്സ്റ്റ് ഫയൽ, എന്താണ് ഈ ബൈനറി ഫയൽ എന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുമ്പോൾ we are storing only characters in it, so it will represent characters. The second thing, it can be opened in text editor, notepad, wordpad, word അങ്ങനെയുള്ള ഫയൽസിലാണ് നമ്മൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്. stored as .txt, നമുക്കൊന്നുകിൽ .txt എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽ എന്നാണ് അർത്ഥം, അതല്ലെങ്കിൽ വേറെ ഉണ്ട് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് ആയിട്ടുള്ള .rtf, ഇതുപോലുള്ള ഫോർമാറ്റ്സിലാണ് ഇത് നമ്മൾ സേവ് ചെയ്യുന്നത്. നോട്ട് ഈസിലി കറപ്റ്റഡ്, ഇത് പെട്ടെന്ന് കറപ്ഷൻ ചെയ്യുക, അതായത് ഫയൽ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ടെക്സ്റ്റ് ഫയലിൽ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബൈനറി ഫയൽ നോക്കാം. കസ്റ്റം ഡാറ്റ സ്റ്റോർ ചെയ്യിക്കാം, അതായത് നമുക്കിപ്പോൾ നമ്പർ തന്നെ വേണമെന്നോ അല്ലെങ്കിൽ ലെറ്റർ തന്നെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്യിക്കാം. ഈസിലി ഗെറ്റ് കറപ്റ്റഡ്, പെട്ടെന്ന് തന്നെ കറപ്റ്റഡ് ആവും, കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട്. ക്യാൻ സ്റ്റോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇത് സേവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, .mp3 ആവാം, .exe ആവാം, ഇമേജ് ഫയൽസ് ആവാം, എനി ഫോർമാറ്റ്, വേർഡ് ഡോക്യുമെന്റ്സ് ആവാം, എനി ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്കിതിനെ സേവ് ചെയ്യിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫയൽസ് ആണുള്ളത്, ദാറ്റ് ഈസ് text file as well as binary file. In text file we are storing only characters, in binary file we are able to store any form of data. അപ്പോൾ കറപ്ഷന്റെ കാര്യത്തിലാണെങ്കിൽ ബൈനറി ഫയൽ ഗെറ്റ്സ് കറപ്റ്റഡ് very easily, whereas text file will not be easily corrupted. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. നെക്സ്റ്റ്, നമ്മളൊരു ഫയലിലേക്ക് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ റൈറ്റ് ഓപ്പറേഷൻ ആണ്. കാരണം ആ ഫയലിലേക്ക് വേണ്ട കണ്ടന്റ്സിനെ നമ്മൾ ആദ്യം റൈറ്റ് ചെയ്യണം, അതിനുശേഷം മാത്രമേ നമുക്ക് റീഡിംഗ് പ്രോസസ്സ് നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ക്രിയേറ്റ് എ ഫയൽ, ദാറ്റ് ഈസ് റൈറ്റിംഗ് ദ കണ്ടന്റ്സ് ടു എ ഫയൽ, ദെൻ ഓൺലി വി ആർ ഏബിൾ ടു റീഡ് ദ ഫയൽ. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. റൈറ്റ് ഓപ്പറേഷനിൽ എഫ് ഈക്വൽ ഓപ്പൺ a.txt, w എന്ന് പറഞ്ഞാൽ റൈറ്റ് മോഡാണ്, a.txt ഇസ് ദ ഫയൽ നെയിം. ഇനി ലൈൻ 1 ഈക്വൽ വെൽക്കം ടു പൈത്തൺ. അപ്പോൾ നമ്മൾ വെൽക്കം ടു പൈത്തൺ എന്ന ആ സ്ട്രിങ്ങിനെ സിംഗിൾ കോഡ്സിലാണ് കൊടുത്തത്, ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ലൈൻ 1. അതേമാതിരി f.write ലൈൻ 1 എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ ലൈൻ 2 ഈക്വൽ /n പ്രോഗ്രാമിംഗ് ഈസ് ഫൺ എന്ന് പറഞ്ഞാൽ /n എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദ നെക്സ്റ്റ് ലൈൻ, അടുത്ത ലൈനിലാണ് പ്രോഗ്രാമിംഗ് ഈസ് ഫൺ കൊടുക്കുന്നത്. f.write ലൈൻ 2 എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ആ ലൈൻ 2ല് നമ്മൾ എന്താ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടേക്ക് റൈറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞാൽ f.close, അപ്പം നമുക്കത് ക്ലോസ് ചെയ്യുന്നു ഫയൽ. ഇനി ഇത് എങ്ങനെ റീഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. f ഈക്വൽ ഓപ്പൺ a.txt, എന്നിട്ട് r എന്ന് പറഞ്ഞാലാണ് റീഡ് മോഡ്. ടെക്സ്റ്റ് ഈക്വൽ f.read, f.read എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് എന്നുള്ള മെത്തേഡ്, എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫയലിന്റെ പോയിന്റർ ആണ് അല്ലെങ്കിൽ ഫയൽ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ f.read എന്ന് പറയുമ്പോൾ വി ആർ ഏബിൾ ടു റീഡ് ദ കണ്ടന്റ്സ് ഓഫ് ദ ഫയൽ. എന്നിട്ട് പ്രിന്റ് ടെക്സ്റ്റ്, അപ്പോൾ ടെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഇസ് എ വേരിയബിൾ ഇൻ വിച്ച് വി ഹാവ് സ്റ്റോർഡ് f.read, അപ്പോൾ അത് നമ്മൾ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഫയലിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ f.close എന്ന് കൊടുക്കണം, കാരണം നമ്മൾ ഫയലിനെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് മെമ്മറി വെറുതെ വേസ്റ്റ് ആയി പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ ഏതൊരു ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് കഴിയുമ്പോൾ ആ ഫയലിനെ ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് നോക്കാം. വെൽക്കം ടു പൈത്തൺ എന്നുള്ളത് ഒരു ലൈനിൽ പ്രിന്റ് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ /n കൊടുത്തത് കൊണ്ട് നെക്സ്റ്റ് ലൈനിലാണ് പ്രോഗ്രാമിംഗ് ഈസ് ഫൺ എന്നുള്ളത് പ്രിന്റ് ആയി വരുന്നത്. അപ്പോൾ ലൈക്ക് ദിസ് വി ആർ ഏബിൾ ടു മേക്ക് എ പ്രോഗ്രാം ആൻഡ് ഗെറ്റ് ദ ഡിസൈർഡ് ഔട്ട്പുട്ട്. ഫസ്റ്റ് പ്രോസസ് ഈസ് റൈറ്റിംഗ് ആൻഡ് ദ സെക്കൻഡ് പ്രോസസ് ഈസ് റീഡിംഗ് ആൻഡ് വി ആർ ഏബിൾ ടു see the contents on the screen. So first thing is you have to create a file with writing and then with reading process you are able to see the output. അടുത്തതായിട്ട് റീഡിംഗ് ടെക്സ്റ്റ് ഫയൽ തന്നെയാണ്, പക്ഷേ ഇത് നമുക്ക് ഐട്രേഷനിലൂടെ അഥവാ ലൂപ്പിലൂടെ എങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ഫസ്റ്റ് തന്നെ റീഡിങ്ങിന് വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റൈറ്റിംഗ് പ്രോസസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആ റൈറ്റിംഗ് പ്രോസസ്സ് എല്ലാത്തിലും സെയിം തന്നെയാണ്. അത് കഴിഞ്ഞ് റീഡിങ്ങിൽ മാത്രമാണ് ചേഞ്ച് ഉള്ളത്. അതായത് f ഈക്വൽ ഓപ്പൺ a.txt r എന്ന് കൊടുക്കണു. അത് കഴിഞ്ഞ് ഫോർ ടെക്സ്റ്റ് ഇൻ f.read ലൈൻ, അതായത് ഫോർ ലൂപ്പ് വെച്ച് കൊടുത്തിട്ട് ടെക്സ്റ്റ് എന്നുള്ള വേരിയബിൾ f.read ലൈൻസ് എന്നുള്ള
ഇതിലാണ് ഫംഗ്ഷനിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ ലൈനുകളും അവിടെ റീഡ് ചെയ്യും, എന്നിട്ട് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഫയലിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ലൈൻസും അവിടെ റീഡ് ആവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഫയൽ ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. നോക്കാം. F = open demofile.txt w. നമ്മളൊരു ഫയൽ റൈറ്റ് ചെയ്യണം. ലൈൻ ഈക്വൽ വെൽക്കം ടു ഡെമോ ഫയൽ. ഇതാണ് നമ്മളതിൽ റൈറ്റ് ചെയ്യണത്. f.write line. അപ്പോൾ അത് റൈറ്റിംഗ് നടന്നു. f.close. അപ്പോൾ റൈറ്റിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ റീഡിങ്ങിന് വേണ്ടി ഇത് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് പ്രിന്റ് f.read. നമുക്ക് റീഡ് ചെയ്യാൻ f.read അല്ലെങ്കിൽ f.read line അല്ലെങ്കിൽ f.read lines ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രിന്റ് f.tell. നമ്മൾ ടെൽ എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും കറണ്ട് പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൗസ് പോയിന്റർ എപ്പോഴും ബിഗിനിങ്ങിലാണ് നിൽക്കണേ. ആ പൊസിഷനാണ് ഇവിടെ 0 എന്ന് കാണിക്കണത്. ഇനി നമ്മൾ ഇടയിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് f.tell ചെയ്യുമ്പോൾ വ്യത്യാസം വരും. ഇനി പ്രിന്റിൽ f.seek ബ്രാക്കറ്റിൽ 9,0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 9 എന്ന പൊസിഷൻ കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സിനെ കാണിക്കുക. ഇനി അതെങ്ങനെയാണ് 9 എന്നുള്ള പൊസിഷൻ എടുക്കണേ നോക്കാം. ഇവിടെ ഫസ്റ്റ് ലെറ്റർ 0 ആയിട്ട് എടുക്കുക. അപ്പോൾ 0 1 2 3 4 5 6 ഈ സ്പേസ് 7 8 9 കണ്ടോ. അപ്പോൾ ഈ 2 വരെയുള്ളത് വരില്ല. അത് കഴിഞ്ഞ് ഡെമോ ഫയൽ എന്നുള്ളതാണ് അവിടെ നമുക്ക് പ്രിന്റ് ആവുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കറണ്ട് പൊസിഷൻ മാത്രമല്ല, നമ്മൾ ഏത് പൊസിഷൻസ് ആണോ ഇതിൽ നിന്ന് എടുക്കുന്നത് ആ പൊസിഷൻസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് seek function we have to mention the position inside the seek function so that we are able to get the values accordingly. Next topic is read line method. നമുക്ക് ഇവിടെ read line method എങ്ങനെയാ വർക്ക് ചെയ്യണേ നോക്കാം. റീഡ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ റീഡിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. സോ ലെറ്റ് us have a look. F = open a.txt w എന്ന് കൊടുത്തു. അപ്പോൾ റൈറ്റ് മോഡാണ്. ലൈൻ 1 വെൽക്കം ടു പൈത്തൺ ആണ്. ലൈൻ 1 പ്രിന്റ് ചെയ്യണു, അല്ല റൈറ്റ് ചെയ്യണു. അതിന് ലൈൻ 2 പ്രോഗ്രാമിംഗ് ഇൻ പൈത്തൺ എന്നാണ് ഞാൻ കൊടുത്തത്. /n കൊടുത്തപ്പോൾ ഇറ്റ് വിൽ ബി പാസിംഗ് ടു ദ നെക്സ്റ്റ് ലൈൻ. f.write ലൈൻ 2 എന്ന് പറയുമ്പോൾ ആ ലൈൻ 2നെ നമ്മൾ അവിടെ റൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് f.close. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്കത് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ വരണേ നോക്കാം. F = open a.txt r. അപ്പോൾ റീഡ് മോഡാണ്. ടെക്സ്റ്റ് ഈക്വൽ f.read line. അപ്പോൾ ഒരു ലൈനാണ് റീഡ് ചെയ്യുള്ളൂ. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നു ഔട്ട്പുട്ട്. അതേസമയം നെക്സ്റ്റ് ലൈനിന് വീണ്ടും ടെക്സ്റ്റ് ഈക്വൽ ടു f.read line എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് ലൈനിനെ നമ്മൾ റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യുമ്പോൾ നോക്കുക പ്രിന്റ് ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ആ നെക്സ്റ്റ് ലൈൻ കിട്ടുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ റീഡ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ റീഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യണതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് റീഡ് ലൈൻ വർക്ക് ചെയ്യുന്നത്. റീഡ് ലൈൻ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്, നമുക്കിവിടെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. അത് എത്ര വരെ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അൺടിൽ end of file is reached. അതായത് എപ്പോഴും ഒരു ഫയൽ തുറക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഫസ്റ്റ് പോയിന്റിൽ കേഴ്സർ നിൽക്കുന്നത് ബിഗിനിങ് ഓഫ് ഫയലും ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഫയലിലത്തെ ഫുൾ കണ്ടന്റ്സ് നോക്കി കഴിയണ ഭാഗം എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫയലുമാണ്. അപ്പോൾ എൻഡ് ഓഫ് ഫയൽ എത്തിയാൽ ദാറ്റ് മീൻസ് ദ ഹോൾ ഫയൽ യു ഹാവ് റെഡ്. നിങ്ങൾ ഫുൾ ഫയൽ വായിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഫുള്ളായിട്ട് അവസാനം വരെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുവരെ നമുക്ക് റീഡ് ലൈൻ ഫംഗ്ഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാം. അങ്ങനെയാകുമ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എൻഡ് ഓഫ് ഫയൽ എത്തണ വരെ എല്ലാ ലൈൻസും നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റീഡ് ലൈൻസ് മെത്തേഡ്. ആദ്യം നമ്മൾ പഠിച്ചു റീഡ് മെത്തേഡാണ്, പിന്നെ റീഡ് ലൈൻ ആണ്, ഇപ്പോൾ റീഡ് ലൈൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. റീഡ് മെത്തേഡിൽ എന്താണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് അതിലത്തെ ലൈനുകളായിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യിക്കുന്നതാണ് കണ്ടത്. റീഡ് ലൈനിൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് റീഡ് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി ഇവിടെ എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. F = open. നമ്മൾ റൈറ്റിംഗ് പ്രോസസ്സിൽ യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അതെല്ലാത്തിലും സെയിം തന്നെയാണ്. ഓപ്പൺ ചെയ്യണു, ലൈൻസ് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈറ്റ് ഫംഗ്ഷൻ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു ഫയൽ. എന്നാൽ അതേസമയം നമ്മുടെ റീഡിങ്ങിലാണ് വ്യത്യാസം വരുന്നത്. F = open a.txt എന്നിട്ട് r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഈക്വൽ f.read lines ബ്രാക്കറ്റിൽ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലൈൻ മാത്രം റീഡ് ചെയ്താൽ മതി എന്നർത്ഥം. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ലൈൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ 2 ലൈനും റീഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ ലൈൻ റീഡ് ചെയ്താൽ മതി എന്നാണ് ആ 1 സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾ 1 കൊടുത്തിട്ടേ ഇല്ല വിചാരിക്കുക, വെറുതെ ജസ്റ്റ് ഫംഗ്ഷൻ്റെ റൗണ്ട് ബ്രാക്കറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഓൾ ദ ലൈൻസ് വിൽ ബി ഡിസ്പ്ലേഡ്.
നിങ്ങൾ എത്ര ലൈൻസ് അവിടെ പ്രിന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, എത്ര ലൈൻസ് നിങ്ങൾ അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരും. അതാണ് റീഡ് ലൈൻസ് മെത്തേഡ്. നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം. അതായത് ഒന്ന്, നമുക്കിങ്ങനെ ലൈൻ നമ്പർ ഇട്ട് കൊടുത്താൽ ആ ലൈൻ നമ്പർ ഏതാണോ അതുവരെയുള്ളത് മാത്രമേ ഡിസ്പ്ലേയിൽ വരുള്ളൂ. അതേസമയം അങ്ങനെയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ റീഡ് ലൈൻസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് അവിടെ എന്തൊക്കെ നമ്മൾ എത്ര ലൈൻസ് കൊടുത്തിട്ടുണ്ടോ എല്ലാം നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. സോ ഐദർ യു ക്യാൻ സ്പെസിഫൈ ദ ലൈൻ നമ്പർ ഓർ സിംപ്ലി യു ക്യാൻ മെൻഷൻ റീഡ് ലൈൻസ് മെത്തേഡ് so that you are able to display all the contents of the file. So we have studied read function, read line function and read lines function. In read function simply it will display, in read line it will display until end of file is reached. In read lines either we can specify the line number so that till that line number it will be displayed, otherwise you are able to display all the lines if you have not mentioned any line number in the function read lines. Next topic, processing every word in a file. എങ്ങനെയാണ് ഒരു ഫയലിനകത്തുള്ള എല്ലാ സെന്റൻസുകളിലെയും വേർഡ്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യണേ നോക്കാം. ആദ്യം തന്നെ ഇവിടെ നമ്മൾ മറ്റേ റൈറ്റിംഗ് പ്രോസസ്സ് എല്ലാത്തിലും സെയിം തന്നെയാണ്. റീഡിങ്ങിലാണ് വ്യത്യാസം വരുന്നത്. നമുക്കിവിടെ നോക്കാം. f=open a.txt എന്നിട്ട് 6 റീഡ് മോഡാണ്. for text in f.readLines അപ്പോൾ എല്ലാ ലൈൻസിനെയും റീഡ് ചെയ്യുന്നു. for word in text.split, സ്പ്ലിറ്റ് എന്ന ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യണേ? ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പ്രിന്റ് വേർഡ്. അപ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ 2 സെന്റൻസ് എടുത്തിട്ട് അതിലത്തെ വേർഡ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് കാണിച്ചു തരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ f.close എന്ന് പറയുമ്പോൾ ഫയൽ ക്ലോസ് ആവുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ text.split യൂസ് ചെയ്തിരിക്കുകയാണ് റീഡ് ലൈൻസിന്റെ അകത്ത്. അപ്പോൾ എന്തുണ്ടാവണം? ഫസ്റ്റ് റീഡ് ലൈൻസ് ഫംഗ്ഷൻ വിൽ ഹെൽപ്പ് us to read the lines, then with the help of split function we are able to split each word of the sentences. So first process is writing process, which is same everywhere. After the writing process is completed we can have the reading process. In the reading process we are using the split method as well as the read lines method in order to process it and get all the words in the file.